بسم الله الرحمن الرحيم إن الذين يرمون المحصنات الغافلات إن الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. നമ്മൾ പറഞ്ഞില്ല, ഒന്നുകൂടി പറഞ്ഞോളി. ഇന്നല്ലദീന ആദ്യത്തെ അംസ ഖത്ഇൻ്റെ അംസയാണ്. എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഈ ഉച്ചരിക്കണം. നൂനിന് എന്ത് ചെയ്യണം? ഉന്നത്തോടുകൂടി പറയണം. അപ്പോൾ ഓതേണ്ടത് ഇന്ന, ചുരുങ്ങിയത് തരിമൂക്ക് 2 പ്രാവശ്യം തരിപ്പിക്കണം എന്നാണ്. പിന്നെ ഇന്നല്ലദീന, അവിടെ ഒരു അലിഫുണ്ട്, അല്ലദീന. അതെന്താ? വസിലിൻ്റെ അംസയാണ്. കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. യർമൂനൽ മുഹ്സനാത്തി, അവിടെയും തദൈവ. പിന്നെ അൽ മുഹ്സനാത്തിൽ ഖാഫിലാത്തി, അതും അതേ പ്രകാരം തന്നെ. അൽ മുഅ്മിനാത്തി, അവിടെയും അതേപോലെ തന്നെ. കൂട്ടി ഓതുമ്പോൾ എന്തുണ്ടാവില്ല? ആലിഫിനൊന്നും ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ലൊഐനു കഴിഞ്ഞിട്ടൊരു അലിഫുണ്ട്. അവിടെ എന്താ ഉള്ളത്? മുദവ്വറായ സുക്കൂനുള്ള അലിഫ് ഉച്ചാരണം ഉണ്ടാവില്ല. ഫിദ്ദുന്യ, ആ ഫീ എന്ന് നീട്ടാനുള്ള യാവിന് ഉച്ചാരണമില്ല, അലിഫിന് ഉച്ചാരണമല്ല, ലാമിന് ഉച്ചാരണമല്ല. ഫി കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ടം ഇവിടെ ഫിദ്ദുന്യ. വൽ ആഹിറ, അവിടെയും വാവിൻ്റെ ശേഷം അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ അംസയാണ്. പിന്നെ അദാബുൻ എന്നുള്ളിടത്ത് എന്താ കാണുന്നത്? അദാബുൻ ഇങ്ങനെ ഇട്ടാണ്. ആ ലൊമ്മ എങ്ങനെ ഇട്ട് നോക്കിയാണ്? ലൊമ്മ എങ്ങനെ ഇട്ടത്? ആ, ഒരു കൊക്ക തിരിച്ചിട്ടാണ് അല്ലേ? അതെന്ത് കാണിക്കാനാ? ഇങ്ങനെ ഇട്ടാണ്. ഒന്നിങ്ങനെയും ഒന്നിങ്ങനെ ഇട്ടാണ്. അതിൻ്റെ അർത്ഥം ഇൽഹാർ ചെയ്യാനാണ് എന്നാണ് ആ ലൊമ്മ അങ്ങനെ ഇടുമ്പോൾ. അല്ലെങ്കിൽ എങ്ങനെ ഇടുക? ഈ രൂപത്തിലാണ് ഇടുക. 2 ഒപ്പര ഇടുക. ഇൽഹാർ അല്ലെങ്കിൽ ഇഖ്ഫ ആണെങ്കിലും ഇദ്ഗാം ആണെങ്കിലും ഒപ്പര ഇടുക. പിന്നെ അലീമുൻ പറഞ്ഞുകൊടുത്ത് കണ്ടില്ല നിങ്ങൾ? ഒപ്പരട്ട് അല്ലേ? അദാബുൻ എന്ന് പറഞ്ഞെടുത്ത് ഒരു കൊക്ക, പിന്നെ ഒന്ന് കമഴ്ത്തിയിട്ടാണ്. അലീമുന്നിലെടുത്ത് 2 ഒപ്പരയിട്ടാണ്. കാരണം എന്താ അലീമുൻ അങ്ങനെ ഇടാൻ കാരണം? കൂട്ടി ഓതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓതും? അലീമുയൗമ, അവിടെ കൂട്ടി ഓതാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതണം? വലഹും അദാബുൻ അലീം, നീട്ടി ഉച്ചരിക്കണം. പിന്നെ യൗമ തഷ്ഹദു അലൈഹിം കഴിഞ്ഞിട്ടെന്താ? ആ മീമിനെന്താ ചെയ്യേണ്ടത്? അലൈഹിം ഇൽഹാർ ചെയ്യണം. പിന്നെ അൽസിനത്തുഹും, അവിടെ ശ്രദ്ധിക്കാനുള്ളത് ആ ഇൽഹാറിൻ്റെ ശേഷം വരുന്ന അലിഫ് ഖത്ഇൻ്റെ ഹംസയാണ്. നിർബന്ധമായിട്ടും അതിനെ ഉച്ചരിക്കണം. അലൈഹിം അൽസിനത്തുഹും, അലൈഹിം അൽസിനത്തുഹും എന്ന് തന്നെ ഉച്ചരിക്കണം എന്നാണ്. അലൈഹിം അൽസിനത്തും എന്നൊന്നും ഓതാൻ പാടില്ല എന്നർത്ഥം. പിന്നെ വ ഐദീഹിം, വ ഐദീഹിം ആ ഉച്ചരിക്കണം. പിന്നെ വ അർജുലഹും, അർജുലുഹും, അർജുലുഹും. പിന്നെ ബിമാ കാനു യഅമലൂൻ, അവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ളത് ആ ഖത്ഇൻ്റെ ഹംസയാണ്. അൽസിനത്തിലെ, ഐദിയിലെ, അർജുലിലെ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. പിന്നെ ബിമാ കാനു യഅമലൂൻ, കാനു നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. യഅമലൂൻ
4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം വഖഫ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ യൗമ ഇദീ അവിടെ എന്താ കസ്റ് തൻവീൻ എന്ത് ചെയ്യണം? അവിടെ ആ തൻവീൻ ഇട്ടോ നോക്കിയാൽ നിങ്ങൾ എങ്ങനെ ഇട്ടേ? ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയല്ലേ? ദിന്നിലോടുത്ത് അല്ലേ? ഇങ്ങനെയല്ല ഇട്ട്? ചിലയിടത്ത് ഇങ്ങനെ കാണാം. അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഇട്ടാൽ അതെന്താവും? ഒന്നിക്ക ഇദ്ഗാമിനാവും, അല്ലെങ്കിൽ യഖ്ഫാവിനാവും. ഒന്നിക്ക ഇദ്ഗാമ് അല്ലെങ്കിൽ യഖ്ഫാ. ഇങ്ങനെ ഇട്ടാലോ ഇൽഹാർ. അതാണ് വ്യത്യാസം. രണ്ടും ഒപ്പരം വരികയാണെങ്കിൽ ഇൽഹാറായിരിക്കും, നേരത്തെ ആ കൊക്ക പറഞ്ഞേക്കന്നെ. അല്ലെങ്കിൽ ഇദ്ഗാമോ ഇഖ്ഫാ ആവും. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? യൗമ ഇദിൻ, യൗമ ഇദിയു, അതിലേക്ക് ഇദ്ഗാം ചെയ്ത് പറയണം. പിന്നെ യൗമ ഇദിയു വഫീഹിമുല്ലാഹു, യുവഫീഹി എന്ന കസ്റാണ്. പിന്നെ മൂവാണ് യുവഫീഹിമുല്ലാഹു. അവിടെ ശ്രദ്ധിക്കാനുള്ളതാ, യുവഫീഹിമുല്ലാ എന്നല്ല ഓതണ്ടി, യുവഫീഹിമുല്ലാഹു. ചിലപ്പോൾ നമ്മൾ ഉച്ചരിക്കാതെ പോവും, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ദീനഹും, അവിടെയൊക്കെ 2 കതിർ. ദീനഹുമുൽ ഹഖ്, അവിടെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, ലാമിന് ഉച്ചരിക്കണം. പിന്നെ വയഅലമൂന അന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂനിനെ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഖഫ് ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. അതിലെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ വേഗം പോണത് കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? എന്നാ അർത്ഥം പറഞ്ഞോളി. 23ാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ഇന്നല്ലദീന, എന്താണ്? തീർച്ചയായും ഒരു കൂട്ടർ, യർമൂന, ആരോപണം പറയുന്ന ഒരു കൂട്ടർ, അൽ മുഹ്സനാത്തി, പവിത്രകളായ സ്ത്രീകളെ, അല്ലെങ്കിൽ മുഹ്സനാത്തിന് നമ്മൾ എന്തൊക്കെ അർത്ഥം പറഞ്ഞീന്? പതിവ്രതകളായ സ്ത്രീകളെ. അൽ ഗാഫിലാത്തി, ഗാഫിലാത്ത് പറഞ്ഞാൽ അശ്രദ്ധർ എന്നല്ല, അശ്രദ്ധരാണ് അർത്ഥമെങ്കിലും ഉദ്ദേശിക്കണം എന്താ? വേണ്ടാവൃത്തിയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാത്ത പതിവ്രതകളായ സ്ത്രീകളെ ആരോപണം പറയുന്നവരാരോ അവർ. അൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ. പിന്നെ ലുഅ്നു ഫിദ്ദുന്യാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, ശാപത്തിന് വിധേയരാകുന്നു. വലഹും, അവർക്കുണ്ട് താനും, അദാബുൻ, ശിക്ഷ, അലീം, ഭയങ്കരമായ അല്ലെങ്കിൽ ഭീകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. അദാബുൻ അലീം, അതാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അദാബ് പറഞ്ഞാൽ എന്താ ശരിക്കും വാക്കിൻ്റെ അർത്ഥം? അദാബ് ശിക്ഷ നമ്മളിങ്ങനെ പറയും, ശരിക്കും അതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കണം എന്താ? അദാബ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നമ്മൾ. അദാബ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ ഈലാമു ഹയ്യെന്ന, ജീവനുള്ള ഒരു വസ്തുവിനെ വേദനിപ്പിക്കണതിനാണ് ശരിക്ക് ഭാഷയിൽ എന്ത് പറയാ? അദാബ് എന്ന് പറയുന്നത്. ജീവനുള്ള എന്താവട്ടെ അതിനെ വേദനിപ്പിക്കണതിനാണ് എന്ത് പറയാ? അദാബ് എന്ന് ഭാഷയിൽ പറയാം. വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ അദാബുൻ എന്നതിന് സിഫത്തായി അലീം എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ അലീം. മറ്റ് ചില സ്ഥലങ്ങളിൽ അദാബുൻ മുഹീൻ വന്നിട്ടുണ്ട്. മറ്റ് ചില സ്ഥലങ്ങളിൽ അദാബുൻ അലീം വന്നിട്ടുണ്ട്, പറയുണ്ട്. അപ്പോൾ
എന്തിനാണ് അദാബുൻ അലീം, അദാബുൻ അലീം, അദാബുൻ മുഹീൻ എന്ന് നമ്മൾ പറയുന്നത്? ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. മുഹീൻ എന്ന് പറയുന്നത് എന്താ? ചില സന്ദർഭത്തിൽ നമ്മളൊരാളെ ശിക്ഷിക്കുമ്പോൾ, ഭാഷയാണ് കേട്ടോ ഇവിടെ വിരിക്കണത്, അപ്പോൾ അത് അതേപോലെ തന്നെ മനസ്സിലാക്കണം. ചില സന്ദർഭത്തിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ശിക്ഷിക്കുമ്പോൾ അയാളെ ശരീരത്തിന് വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള അടിയോ അല്ലെങ്കിൽ ആയുധം കൊണ്ട് ആക്രമിക്കുകയോ ഒന്നും ചെയ്യൂല നമ്മൾ, അല്ലേ? എന്നാലും അയാൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ടാവും. എങ്ങനെയാണത്? ആ ശരീരത്തിന് വേദനയുള്ളതിനേക്കാൾ അപ്പുറം അയാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. അയാൾ പറ്റ അപമാനിതനായിട്ടുണ്ടാവും, പറ്റ നിന്ദ്യനായിട്ടുണ്ടാവും. ആ രൂപത്തിലുള്ള ശിക്ഷ പറയുന്നിടത്താണ് എന്ത് പറയാ? അദാബുൻ മുഹീൻ എന്ന് പറയാം, അല്ലേ? ഒരാളെ ആ രൂപത്തിൽ മാനസികമായി പറ്റ തകർക്കണേനാണ് എന്ത് പറയാ? അദാബുൻ അലീം, മനസ്സിനുള്ള ശിക്ഷയാണ്. എന്നാൽ അദാബുൻ അലീം എന്ന് പറയുന്നതോ? അദാബുൻ അലീം എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും വേദന ഉണ്ട് എന്നാ. ശരീരത്തിനും വേദന ഉണ്ടാവും, മനസ്സിനും വേദന ഉണ്ടാവും. ആ വേദനയുടെ അളവ് എത്രയെന്ന് അറിയൂല. അതുകൊണ്ടാണ് അലീം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരാളെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഞാനൊരാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന വേദന എത്രയാവും? എങ്ങനെ കണക്കാക്കാം നമ്മൾ? കാൽക്കുലേറ്റ് എങ്ങനെ? ഞാൻ ഇപ്പോൾ ഷൗക്കത്തിനെ അടിച്ചു, എത്ര വേദന, എത്ര തീവ്രതയിലുള്ള വേദന അവൻ അനുഭവിച്ചു എന്ന് എങ്ങനെ മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവുക? എങ്ങനെ? നിലവിളിക്കണതിനനുസരിച്ച് ഒന്നുകൂടി നമുക്ക് ഉയർന്ന് ചിന്തിക്കാം, അല്ലേ? കരച്ചിലൊക്കെ പോട്ടെ, ഞാൻ കരഞ്ഞിലാക്കുക, എൻ്റെ ഒന്ന് അടിയിട്ട് ചിലപ്പോൾ കരഞ്ഞിലാരും. അപ്പോൾ അടിക്കുന്ന ആളുടെ ശക്തിയും കഴിവും അനുസരിച്ചാണ് അയാളുടെ വേദനയുടെ തീവ്രത ഉണ്ടാവുക. ആ അടിക്കുന്ന ആൾ ഉപയോഗിച്ച ഉപകരണത്തിൻ്റെ, ആയുധത്തിൻ്റെ ശക്തിയും ഇതനുസരിച്ചാണ് അയാൾക്ക് വേദനയുടെ തീവ്രത കൂടുക, ഇല്ലേ? ഇത് മനുഷ്യർ തമ്മിൽ ശിക്ഷിക്കുമ്പോഴാണ്. എങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സൃഷ്ടാവായ അള്ളാഹു, ആ സൃഷ്ടാവായ അള്ളാഹു ഒരു മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അതിൻ്റെ വേദന എത്ര ആവും? നമുക്ക് സങ്കല്പിക്കാൻ കഴിയോ? നമ്മുടെ ഭാവനക്കപ്പുറമാണ്. അതുകൊണ്ടാണ് അദാബുൻ അലീം എന്ന് പറയുന്നത്. അതിൻ്റെ ഗുരുതരാവസ്ഥ നമ്മുടെ ഭാവനയിലോ സങ്കല്പത്തിലോ കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത അത്ര വലുതാണ്. ഏത്? അദാബുൻ അലീം എന്ന് പറയുമ്പോൾ. അദാബുൻ അലീം എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള വേദന അവിടെ ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ 72 73 എനിക്കറിയില്ല, 73 പ്രാവശ്യം അദാബുൻ അലീം എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഇവിടെ ഉണ്ട്. അപ്പം എൻ്റെ ഓർമ്മയാണ്, ഏതായാലും 70 ചില്ലാനും പ്രാവശ്യം ബിമാക്കാനു യക്തിബു എന്നൊക്കെ കണ്ടിട്ട് അവിടെ അദാബുൻ അലീം പറയില്ലേ? അവിടെയൊക്കെ കാണാം ഈ അദാബുൻ അലീം. അദാബിൻ്റെ കൂടെ അധികം വന്നിട്ടുള്ളത് അലീം എന്നുള്ളതാണ്. അലീം അത്ര അധികം വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് അലീം വന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഭാവനകൾക്കോ സങ്കല്പത്തിനോ അപ്പുറമാണ് ആ ശിക്ഷയുടെ ഗൗരവം, അതിൻ്റെ ഭീകരത എന്ന് കാണിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുപയോഗിച്ചിട്ടുള്ളത്? അദാബുൻ അലീം എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പറയാം, അതുവരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തതെന്ന് എൻ്റെ ഓർമ്മ. 72 പ്രാവശ്യമാണ് അദാബുൻ അലീം വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ യൗമ തശ്ഹദു അലൈഹിം, എന്താ യൗമ? ആ അദാബുൻ അലീം ഉള്ളത് യൗമ, ഒരു ദിനത്തിലാണ്. യൗമ, യൗമു എന്ന് പറയാതെ യൗമ, പ്രത്യേകം ശ്രദ്ധിക്കണം അർക്കത്ത്. യൗമു എന്നാ പറഞ്ഞത്, അല്ല യൗമ എന്നാ പറഞ്ഞത്. അപ്പോൾ യൗമ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നേരത്തെ ഉള്ളതായിട്ടൊരു ബന്ധം വേണം. അപ്പോൾ വലഹും അദാബുൻ അലീം യൗമാന, ഈ ഗുരുതരമായ ഭയാനകമായ ഈ ശിക്ഷ അവർക്ക് ലഭിക്കുന്നത് യൗമ, ഒരു ദിവസത്തിലാണ്. ഇനി ആ ദിവസത്തിൻ്റെ പ്രത്യേകത തശ്ഹദു,
സാക്ഷി പറയും എന്നുള്ളതാണ്. അലൈഹിം അവർക്കെതിരെ എന്നാ. മേല് എന്ന് പറഞ്ഞാൽ മേല് പറയുമ്പോൾ ചിലപ്പോൾ രണ്ടും പറയാൻ പറ്റും. അനുകൂലമായിട്ടുള്ളതുണ്ടാവും, പ്രതികൂലമായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ പ്രതികൂലമായി എതിരായിട്ട് സാക്ഷി പറയും. ആരൊക്കെ സാക്ഷി പറയാം? അൽസിനത്തുഹും. അൽസിനത്ത് പറഞ്ഞാൽ ലിസാനിൻ്റെ ബഹുവചനമാണിത്. അൽസിനത്ത്, ലിസാൻ പറഞ്ഞാൽ നാവ്. അപ്പോൾ അൽസിനത്ത് പറഞ്ഞാൽ നാവുകൾ. അവരുടെ നാവുകൾ സാക്ഷി പറയും. പിന്നെ പറയണതോ വ ഐദീഹിം. അവർ എന്ന് പറഞ്ഞാൽ കൈ, ഐദി എന്ന് പറഞ്ഞാൽ കൈകൾ. അപ്പം അവരുടെ കൈകളും സാക്ഷി പറയും. വ അർജുലുഹും. റിജിൽ എന്ന് പറഞ്ഞാൽ കാല്. ഇങ്ങനെ എഴുതിയപ്പോൾ റിജിലാണോ റജുലാണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഇതിപ്പോൾ എന്താ റജുലൊന്നും വായിച്ചൂടെ അല്ലേ? റിജിലാണിത് കാല്. റായാലോ മനുഷ്യനായി അല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതാ. ഈ റിജിലിൻ്റെ ബഹുവചനാണ് ഇത് അർജുൽ. റജുലിൻ്റെ ബഹുവചനാണെങ്കിലോ റിജാൽ അല്ലേ? അത് 4ാം ക്ലാസ് പഠിച്ചു. ഓക്കെ. അപ്പോൾ വ അർജുലുഹും അവരുടെ കാലുകളും അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം. എന്താ സാക്ഷി പറയാ? ബിമ ഒരു കാര്യം കൊണ്ട്, കാനു അവരായിരുന്നു, യഅ്മലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം മൂലം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അവർ പ്രവർത്തിച്ചത് അതിന് അവർക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസത്തിലാണ് ഈ ഭയാനകമായ ശിക്ഷയുള്ളത്. യൗമ ഇതിൻ അന്നേ ദിവസം യുവഫീഹിമുല്ലാഹു. യുവഫീഹി എന്നാ പരിപൂർണമായിട്ട് പൂർത്തിയാക്കി കൊടുക്കുന്ന. വഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വഫ അതിൻ്റെ മുലാരിയാണിത് യുവഫി. അപ്പം യുവഫിഹിം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. ആരെ കൊടുക്കുക? അള്ളാഹു. അള്ളാഹു കൊടുക്കും. എന്താ കൊടുക്കുക? ദീനഹും. ദീന പറഞ്ഞാൽ എന്താ? ദീന പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ദീന് ഒരർത്ഥം പ്രതിഫലം, മറ്റൊരർത്ഥം മതം, മറ്റൊന്ന് വേറെന്താ? 3 ആശയത്തിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ദീന് എന്നുള്ളത് ഉപയോഗിക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജസാ ആണ്, പ്രതിഫലമാണ്. അപ്പോൾ ദീനഹുമുൽ ഹക്ക് യഥാർത്ഥമായ അവരുടെ പ്രതിഫലം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. അല്ലെങ്കിൽ വയഅലമൂൻ അവർ അറിയുകയും ചെയ്യും. അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഹുവൽ ഹക്കുൽ മുബീൻ വ്യക്തമായ സത്യമാണ് അല്ലാഹു എന്നവർ മനസ്സിലാക്കുകയും ചെയ്യും. തിരിച്ചു വരിക. അദാബുൻ അലീം ഉള്ളത് മനുഷ്യർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മൂലം ആ പ്രവർത്തനത്തിനനുസരിതമായി അവരുടെ അവയവങ്ങൾ സാക്ഷി പറയുന്ന ദിവസമാണ് എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് നാവ്, കാല്, കയ്യ്. അപ്പോൾ ഒരു ചോദ്യം, ഇത് 3 സാക്ഷി നിൽക്കുള്ളൂ? നാവേ നിൽക്കുള്ളൂ, പിന്നെ കയ്യും കാലും നിൽക്കുള്ളൂ, വേറെ കുറേ അവയവങ്ങളില്ലേ? അവർക്ക് സാക്ഷി നിൽക്കുമോ? അല്ലാമ സഅദി റഹ്മഹുല്ലാ പറയുന്നത് ഫകുല്ലു ജാരി അത്തിന്ന മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും സാക്ഷി നിൽക്കും. പക്ഷേ അല്ലാഹു തആല ഇവിടെ പ്രത്യേകം പ്രധാനമായ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്നുള്ളൂന്നാ. എന്തേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ പിന്നെ നാവ് സാക്ഷി പറയാൻ കാരണം? നമ്മുടെ വിഷയം ഇപ്പം എന്താ? നമ്മുടെ വിഷയം ആരോപണമാണ്. ആരോപണം പറയാൻ വേണ്ടി മനുഷ്യൻ ആദ്യം ഉപയോഗിക്കുന്ന അവയവം ഏതായിരിക്കും? നാവായിരിക്കും. ആ നാവിന് സഹായിക്കുന്ന സംഗതി എന്തായിരിക്കും? അവൻ്റെ കയ്യും കാലും ആയിരിക്കും അല്ലേ? ആരോപണം പറയാൻ വേണ്ടി ഓൻ പിടിക്കുന്നതും അതേപോലെ നടക്കുന്നതും ഒക്കെ അതിനെ സഹായിക്കുന്നതാണ്.
അതുകൊണ്ടാണ് അല്ലാഹു തആല ആ 3 അവയവങ്ങൾ അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവിൽ നാവ് സംസാരിക്കും അല്ലേ? എന്നാ പരലോകത്തോ? യഥാർത്ഥത്തിൽ നമ്മളെ നാവ് ദുനിയാവിൽ എങ്ങനെ സംസാരിക്കണം? നമ്മൾ നാവ് തന്നെയാണോ സംസാരിക്കണത്? നാവ് മാത്രമാണോ? യഥാർത്ഥത്തിൽ ആ മനുഷ്യനാണ് സംസാരിക്കണത്. നമ്മൾ നാവ് പറയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചു. ആ സംസാരിക്കണ്ട എന്ന് എനിക്ക് തീരുമാനിച്ചൂടെ? അപ്പം എൻ്റെ ഇറാദത്താണ് യഥാർത്ഥത്തിൽ ആ സംസാരം ഉണ്ടാക്കുന്നത് ദുനിയാവിൽ. എൻ്റെ അതിനെന്താ പറയുക, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ കേന്ദ്രം ഏതാ? നമ്മുടെ ഇറാദത്താണ്. ഇറാദത്ത് എന്നറിയും. നമ്മുടെ ആ ഇച്ഛകളൊക്കെ ഉള്ള നമ്മൾ തീരുമാനിക്കണ ആ സംഗതി അല്ലേ? ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ സംസാരിക്കണ്ട, അങ്ങോട്ട് പോവണ്ട, അവിടേക്ക് നടക്കണ്ട, ഇവിടെ പിടിക്കണ്ട. എനിക്ക് പിടിക്കാനും പറ്റും, പിടിക്കാതിരിക്കാനും പറ്റും, നോക്കാതിരിക്കാനും പറ്റും അല്ലേ? കേൾക്കാനും പറ്റും ഒക്കെ. പിന്നെ ചിലത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അതിന് വേറെ വ്യത്യാസമുണ്ട്. അത് സയൻസിൽ വേറെ കാര്യം പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നാക്കാം. അപ്പോൾ രണ്ടും ഉണ്ട്. പക്ഷേ വേണോ വേണ്ട തീരുമാനിക്കണ എന്താ? നമ്മുടെയൊക്കെ ഇറാദത്താണ്. ദുനിയാവിൽ ഇങ്ങനെയാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെത്തുമ്പോൾ എന്തുണ്ടാവും? ആ ഇറാദത്ത് അങ്ങോട്ട് ഒഴിവാക്കും. ഇറാദത്ത് അവിടെ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഇത് കത്തണം എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളോട് കുറച്ച് നേരം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ബൾബ് കത്തണം എന്തുകൊണ്ടാ മുത്തലിബേ? എന്തുകൊണ്ടാ? ഇല്ലേ, ഇവിടെ ഇല്ലേ? അതൊക്കെ വേണം. അയച്ച് അവിടെ ആ സ്വിച്ച് ശരിയാക്കിയോണ്ടല്ലേ അല്ലേ? അതങ്ങോട്ട് ഓഫാക്കിയത് കെടൂലേ? അല്ലേ? കെടും. എന്നാ ഇതിന് കൊടുത്ത അതേ വയറ് അവിടെ എവിടെയും കൊണ്ടേ കൊടുത്താലും അവിടെ കത്തൂലേ? ഇതേ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇതിൻ്റെ ഉദാഹരണം കേട്ടോ. ഇതേ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നാവിന് ഇപ്പോൾ സംസാരിക്കാനുള്ള സ്വിച്ച് ഒരു ഇറാദത്ത് അല്ലാഹു അവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും? അല്ലാഹു തആല വേറെ അടുത്തേക്കാണ് കണക്ഷൻ കൊടുക്കും. അപ്പം എന്ത് ചെയ്യും? കൈ സംസാരിക്കും, കാല് സംസാരിക്കും, അവയവങ്ങൾ സംസാരിക്കും, സാക്ഷി പറയും എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് വരും? അതിൻ്റെ വ്യത്യാസം വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള അവയവം ദുനിയാവ്, ആ ആയുധം നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആ ഇറാദത്തനുസരിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ആയുധം വേണ്ടതിനെ ഉപയോഗിക്കാനും പറ്റും, ഉപയോഗിക്കാതിരിക്കാനും പറ്റും. ഇതാണ് ദുനിയാവിലെ അവസ്ഥ. എങ്കിൽ പരലോകത്തോ ആ കണക്ഷൻ അല്ലാഹു അവിടെ നീക്കിയിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളതിന് കണക്ഷൻ കൊടുക്കുമ്പോൾ അതൊക്കെ സംസാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പരലോകത്തുണ്ടാവുന്നത് അങ്ങനെയാണ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവിടെ യൗമ തശ്ഹദു അലൈഹിം എന്നല്ലേ പറഞ്ഞത്? എതിരായിട്ടും സംസാരിക്കും, അതേപോലെ അനുകൂലമായിട്ടും സംസാരിക്കും. ഇവിടെ പറഞ്ഞത് എന്താണ്? എതിരായിട്ട് സംസാരിക്കണേനാ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ മുത്തലിബ് പോയി ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തിക്കൊളച്ച് കുറേ കാര്യങ്ങൾ പിന്നെ അവിടെ ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹ് അങ്ങോട്ട് പറയേ വേണ്ടുള്ളൂ, തീരുമാനിക്കേ വേണ്ടുള്ളൂ, അപ്പോഴൊക്കെ എന്തുണ്ടാവും? ആ സംഗതി അവിടെ ഉണ്ടാവും. അപ്പം നമ്മുടെ അവയവങ്ങൾ സംസാരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ അവയവങ്ങൾ സംസാരിക്കും എന്ന ഒരു വലിയ വിശ്വാസമാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഭാഷാപരമായി എന്തിനാണിങ്ങനെ അവയവങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ സാക്ഷി നിൽക്കും എന്ന ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോപണവുമായി ബന്ധപ്പെട്ടിടത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്തിനായിരിക്കും? ഭാഷാ പണ്ഡിതന്മാർ പറയാണ്, ഒന്ന്, ഇത് കേൾക്കുമ്പോൾ മനുഷ്യൻ എന്തുണ്ടാവും?
ഒരു വിശ്വാസിയായ മനുഷ്യനെന്തുണ്ടാവും? ഭയപ്പാടുണ്ടാവും. ആ ഭയപ്പാടുണ്ടാവുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ അവൻ അതിൽ നിന്ന് ക്കും അല്ലേ? ഇതാ 19 തന്നെ. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ശത്രുക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം. ഹത്താ ഇദാ മാ ജാഊഹ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈൻ. എല്ലാ വസ്തുക്കൾക്കും സംസാര വൈഭവം നൽകിയ അള്ളാഹു ഞങ്ങൾക്കും സംസാരിക്കാനുള്ള വൈഭവം നൽകി, സംസാര കഴിവ് നൽകി. അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈൻ, എല്ലാ വസ്തുക്കൾക്കും. അപ്പോൾ ഒരു ചോദ്യം, പ്രപഞ്ചത്തിലെ എല്ലാം സംസാരിക്കുന്നുണ്ടോ? ഇല്ലേ? മനുഷ്യൻ മാത്രമാണോ സംസാരിക്കുന്നത്? അതല്ല, മറ്റുള്ള ജീവികളൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഇല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ തെളിവ്? എന്താണ്? ഉറുമ്പ്. പിന്നേതാ? പിന്നെ ഒന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ആ ഉറുമ്പിനെ പറ്റി പറഞ്ഞിടത്ത് പറയുന്നുണ്ട്, ഖാലത്ത് നംലത്തുൻ. എന്താണ് ആയത്തൊന്ന് ഓതിയാൻ? ഹത്ത ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലു മസാക്കിനക്കും, പിന്നെന്താ വലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദു എന്ന് പറയുന്നുണ്ട് അല്ലേ? അവരൊരു എത്തിയപ്പോൾ ഉറുമ്പിൻ്റെ നേതാവ് ആരാണ്? നംലത്താണ്, പെണ്ണാണ്. അത് പറഞ്ഞു എന്ത്? യാ അയ്യുഹൻ നംലു, ഉറുമ്പിൻ്റെ കൂട്ടമേ ഉദ്ഖുലു മസാക്കിനക്കും, നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഉറുമ്പ് സംസാരിക്കുന്നുണ്ട്. ആ സംസാര വൈഭവം ആര് നൽകിയിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതേപോലെ ഹുദ്ഹുദ് പക്ഷി സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ആ ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ടല്ലോ, അഹത്തു ബിമാലം തുഹത്ത് ബിഹി, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെന്താണ്? വജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, പരിപൂർണമായ യഥാർത്ഥമായൊരു വാർത്തയുമായി ഞാൻ ആ സഭയിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരത് പറയുന്നത്? ഹുദ്ഹുദ് പക്ഷിയാണ്. പക്ഷി എന്ത് ചെയ്തിട്ടുണ്ട്? ആ സംസാര വൈഭവം അല്ലാഹു തആല ആ പക്ഷിക്കും നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അൻതഖ കുല്ല ഷൈഇൻ എന്നാ പറഞ്ഞത്, എല്ലാ വസ്തുവും. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ട്? സംസാര വൈഭവമുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്താ തെളിവുള്ളത്? വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, ഒരു വസ്തുവും തന്നെ ഇല്ല, ഒരു വസ്തുവല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും എന്ത് നൽകിയിട്ടുണ്ട്? സംസാര വൈഭവം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ താഴത്തുള്ള ഒന്നുകൂടി വായിച്ചേക്ക്, വൗവ ഖലഖക്കും അവ്വല മറ വ ഇലൈഹി തുർജഊൻ. എന്തിനാ പടച്ചോൻ ആയത്ത് അങ്ങനെ അവസാനിപ്പിച്ചത്? ആ സൂറത്ത് ഇതിലെ ഒന്നാം തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്, ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്നതാണ് അവിടെയും അള്ളാഹു പറയുന്നത്. പിന്നെ പറയാം, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സംഉക്കും വല അബ്സാറുക്കും, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങളുടെ കാതാവട്ടെ, കണ്ണുകളാവട്ടെ, തൊലികളാവട്ടെ, അതൊക്കെ സാക്ഷി നിൽക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മറിഞ്ഞിരുന്നില്ല, ഒളിഞ്ഞിരുന്നില്ലല്ലോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. വലാകിൻ വനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറ, പക്ഷേ നിങ്ങൾ ധരിച്ചു വെച്ചത് പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയില്ല. മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ താഴെ പറയുന്നത് വദാലിക്കുമുൽ ലന്നുക്കുമുല്ലദീ ലനൻതും ബിറബ്ബിക്കും, ഇതാണ് നിങ്ങളുടെ രക്ഷിതാവിനെ പറ്റി നിങ്ങൾ ധരിച്ചു വെച്ചത്. അർദാക്കും, ഈ ധാരണയാണ് നിങ്ങളെ കുഴപ്പത്തിലാക്കിയത്, നശിപ്പിച്ചത്. ഫഅസ്ബഅതും മിനൽ ഖാസിരീൻ, അതുമൂലം നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ അവയവങ്ങൾ മനുഷ്യനെതിരെ സാക്ഷി നിൽക്കും അല്ലെങ്കിൽ സാക്ഷി പറയും എന്ന് പറയുമ്പോൾ
നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കേണ്ടത്. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ ഏത് തെറ്റ് ചെയ്യണതും അവൻ്റെ ജഹാലത്ത് മൂലമാണ്. എന്താ ഈ ജഹാലത്ത് അറിയണത്? ജാഹിലിന് അറിവില്ലേ? ഉണ്ടോ? ഉണ്ട്. ജാഹിലിൻ്റെ ആവനായിലും കുറേ അറിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഓനും എന്തുണ്ട്? അവൻ്റെ ഇതിൽ കുറേ അറിവ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ജാഹിലിനും എന്തുണ്ട്? അറിവുണ്ട്. പക്ഷെ അവൻ്റെ അറിവെന്താ? തെറ്റായതേക്കാരം, സഹിഹാവൂല. ശരിയല്ലാത്ത കുറേ അറിവുകളാണ് ഓൻ ശേഖരിച്ചു വെച്ചത്. അതാണ് ജാഹിലിന് പറ്റുന്നത്. എന്നാൽ ആലിം എന്നറിയണതോ? ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം അതാണ് മനസ്സിലാക്കേണ്ടത്. ആലിം എന്താവും? ശരിയായ അറിവ് ശേഖരിച്ചു വെച്ചവനാ. ജാഹിലോ അറിവുകൾ ശേഖരിച്ചിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്തല്ല, അത് ശരിയല്ല, സഹിഹല്ല, സിഹത്തില്ലാത്ത അറിവുകൾ ശേഖരിച്ചു വെച്ചവനാണ് ആര്? ജാഹിലി എന്ന് പറയുന്നത്. അപ്പോൾ ഹക്കല്ലാത്ത, സഹീഹല്ലാത്ത അറിവ് ശേഖരിക്കലാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ടാണല്ലോ ആ ജാഹിലി വിചാരിക്കും എന്ത്, പിന്നെ ഓൻ അറിയില്ല എന്നോൻ അറിയും, പിന്നെ അല്ലാഹു തആല അറിയും എന്നോന് ശരിക്കും എന്താവില്ല, ഓന് മനസ്സിലാക്കൂല. അതേപോലെ സത്യമല്ലാത്തതൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ജാഹിൽ വിചാരിക്കാം മനുഷ്യൻ ചെയ്യണ എല്ലാ പ്രവർത്തനമൊന്നും അള്ളാഹ് കാണൂല. ഏതുപോലെ നമ്മളിപ്പോൾ രാത്രി 3 മണിക്ക് ഇപ്പം ഇവിടുന്ന് ദൂരെ യാത്ര ചെയ്യാം, സൗദിക്ക് പോവാം. അപ്പോൾ ഓവർ സ്പീഡിലാണ് പോണേ. അപ്പോൾ ഉണ്ടാവും ഇഷാറ ഇങ്ങനെ കാണണം, എന്താ ചോപ്പ് അല്ലേ? 3 മണിക്കല്ലേ, പോലീസുകാരൊന്നുമില്ല, കിടക്കട്ടെ പോട്ടെ എന്ന് പറഞ്ഞാൽ പോയാലോ? ഓനെ പറ്റി നമ്മൾ എന്താ പറയുക? ഓനാണ് യഥാർത്ഥ ജാഹിൽ. ഓന് ജാഹിൽ. എന്തിനാണ് ഈ ഇഷാറകൾ വെച്ചത്? ഈ ഇഷാറ വെച്ച എന്തിനാ ഇഷാറ വെച്ചത്? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാ അല്ലേ? ഇനി അത് കാണൂല എന്ന് പറയുന്നതും തെറ്റായ ധാരണേ. ആരും ഇല്ലെങ്കിലും ക്യാമറയിൽ കാണൂല, എന്നത്തെ സംവിധാനത്തിൽ അല്ലേ? കാണും. അപ്പോൾ കാണുമ്പോൾ മുഖാലഫ വരും. ഇവിടെ ജാഹിൽ ആരും കാണൂലല്ലോ, രാത്രി 3 മണിയല്ലേ, പോട്ടെ എന്ന് പറഞ്ഞവൻ പോയാൽ ഓനെന്ത് ചെയ്യേണ്ടി വരും? അപകടത്തിൽപ്പെടും. ഇതേപോലെ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ ജാഹിലാണെങ്കിൽ അള്ളാഹ് എന്നിപ്പോൾ എല്ലൊന്നും കാണൂല അല്ലേ? എല്ലോ പള്ളങ്ങനെ നോക്കി ഉത്തർക്കുക. ചെറിയ ചെറിയ നിസാര കാര്യം, ഈ ചില്ലിക്കാശിൻ്റെ കാര്യമൊക്കെ അള്ളാഹ് അങ്ങനെ നോക്കുക, 5 ഇൽസും 10 ഇൽസൊക്കെ. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും ചിലർക്ക്. വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, ചെറിയ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടല്ല, അതൊന്നും അല്ലാഹു തആല എന്ത് ചെയ്യില്ല, കാണൂല എന്ന ധാരണയാണ് ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഉള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ജഹാലത്ത്. ഈ ജഹാലത്താണ് എന്ത് ചെയ്യണത്? മനുഷ്യനെ അപകടത്തിൽ കൊണ്ടുപോയി പെടുത്തുന്നത്. അതാണ് വമാ കുൻതും തസ്തതിറൂന. ആയത്ത് നോക്കുങ്ങൾ, സൂറത്ത് ഫുസ്സിലെ, നിങ്ങൾ ഒളിഞ്ഞിരുന്നില്ല. ഈ അവയവങ്ങൾ പിന്നെ നിങ്ങൾക്ക് നാളെ സാക്ഷി നിൽക്കുമല്ലോ, ഈ ക്യാമറയിൽ ഇതൊക്കെ പിന്നെ പിടിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ആ തെറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ആ തെറ്റിൽ നിന്ന് ഒളിഞ്ഞിരുന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഒളിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അപ്പം എന്താ? മനുഷ്യൻ്റെ അറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മഅസിയത്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണം. എൻ്റെ അറിവില്ലായ്മയാണ്, എൻ്റെ ശരിയായ വിശ്വാസമില്ലായ്മയും അറിവില്ലായ്മയുമാണ്. അതാണ് ജഹാലത്ത് അറിയേണ്ടത്. ആ ജഹാലത്താണ് എന്നെ മഅസിയത്ത് ചെയ്യാൻ, അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കാൻ, അനുസരണക്കേട് പ്രവർത്തിക്കാൻ എന്നെ ഏതൊരു മനുഷ്യനെയും പ്രേരിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ നമുക്ക് നമ്മുടെ കൈ സാക്ഷി പറയും, കാല് സാക്ഷി പറയും, പിന്നെ മറ്റ് അവയവങ്ങൾ സാക്ഷി പറയും എന്ന് നമുക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ ശരിയായ അറിവ് നമ്മൾ ശേഖരിക്കണം. അത് യഥാർത്ഥ സ്രോതസ് നയിക്കണം. കുറേ സഞ്ചിയിൽ അറിവ് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് കാര്യമില്ല അല്ലേ? ആവനായിൽ ഇതിങ്ങനെ നിറച്ച് വെക്കണേ, അമ്പും കുറ്റിയും നിറച്ച് വെക്കണേക്ക് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് കാര്യമില്ല. അത് ശരിയായ രൂപത്തിലായിരിക്കണം, ശരിയായ സ്രോതസ്സെന്നായിരിക്കണം. അപ്പോഴേ യഥാർത്ഥത്തിൽ എന്തുണ്ടാവുള്ളൂ? യഥാർത്ഥത്തിലുള്ള അറിവുണ്ടാവുള്ളൂ.
ആ യഥാർത്ഥ അറിവുണ്ടാകുമ്പോഴാണ് മനുഷ്യന് എന്തുണ്ടാവുക, യഥാർത്ഥ വിശ്വാസവും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അറിവും വിശ്വാസവുമാണ് മനുഷ്യനെ തെറ്റിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, അകറ്റി നിർത്തുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം മനുഷ്യരെന്താണ്, ദാലിക്കും വന്നുക്കും, ഇതത്രേ നിങ്ങളുടെ ധാരണ, അല്ലദീ ലനൻതും ബി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ പറ്റി നിങ്ങൾ ധരിച്ചു വെച്ചത്. എന്നിട്ട് അള്ളാഹ് ആയത്ത് പറയുന്ന നോക്കി, നിങ്ങൾ അർദാക്കും, ഈ ധാരണയാണ് റബ്ബിനെ പറ്റിയുള്ള ധാരണയാണ്. എല്ലാ ചെറിയ കാര്യങ്ങളൊന്നും അള്ളാഹ് നോക്കൂലല്ലോ എന്ന ആ ധാരണയാണ് നിങ്ങൾ നാശത്തിലകപ്പെടാൻ കാരണം എന്നുള്ളത്. ഫ അസ്ബാത്തും മിനൽ ഖാസിരീൻ, അങ്ങനെയാണ് നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയത്. അപ്പം നമുക്ക് ശരിയായ വിശ്വാസം വേണ്ടത്, ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ കാര്യവും മരണശേഷം ചോദ്യം ചെയ്യപ്പെടും എന്ന ഉറച്ച വിശ്വാസവും ആ അറിവിൽ നിന്നുള്ള വിശ്വാസം ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, അതിന് മുക്തി നേടാൻ സാധിക്കുള്ളൂ. ഇനി ദുനിയാവിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സഹിക്കാൻ സാധിക്കും അല്ലേ, ക്ഷമിക്കാൻ സാധിക്കും. ക്ഷമിച്ചാലും എന്തുണ്ടാവും, ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്രയാസമുണ്ടായി, അങ്ങനെ ക്ഷമിച്ചാലും എന്തുണ്ടാവും, ഒരാശ്വാസം ഉണ്ടാവും അല്ലേ. ഇവിടെ ഇപ്പം നമുക്ക് രോഗമായി, അങ്ങനെ പ്രയാസപ്പെട്ട് ക്ഷമിച്ച് സഹിച്ചിരുന്നു എന്ന് കൂട്ടുക, എന്നാൽ പിന്നെ എന്തുണ്ടാവും, കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും, ആശ്വാസം ഉണ്ടാവും. എന്നാൽ പരലോകത്തോ ഒരാൾ നരകശിക്ഷ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിന്ന് കാര്യമുണ്ടോ, അത് വീണ്ടും കൂടുക ചെയ്യുക. ദുനിയാവിൽ അങ്ങനെയല്ല. ദുനിയാവിൽ കുറേ സഹിക്കുമ്പം ഒരു ആശ്വാസത്തിൻ്റെ തിരി നാളം ലഭിച്ചേക്കാം. പരലോകത്തോ അങ്ങനെ ലഭിക്കണ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം നോക്കി നിങ്ങൾ, വലഹും അദാബുൻ അലീം, പിന്നെ പറയണത് യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വ ഐദീഹിം വ അർജുലഹും. അതിനേക്കാൾ വലിയൊരു അപമാനം വേറൊന്നുണ്ടോ? ഞാനിങ്ങനെ ആറ്റുനോറ്റ് തേച്ച് ഉണ്ടാക്കിയ മുഖം, വൃത്തിയാക്കിയ മുഖം, ഒരു ദിവസം എൻ്റെ മുഖം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എത്ര നേരമാണ് ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ? ഞാൻ എത്ര സോപ്പ് വെച്ചിട്ടാണ് എൻ്റെ ശരീരം ഇങ്ങനെ മിനുക്കി അടക്കുന്നത്. ആ ശരീരത്തിൻ്റെ സ്കിന്ന്, ആ തോലും, അതേപോലെ ഈ അവയവങ്ങളും കയ്യും കാലുമൊക്കെ എനിക്കെതിരെ തന്നെ സാക്ഷി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ അപമാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലഹും അദാബുൻ അലീം, എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ലാത്ത അത്ര അപമാനമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവാൻ. അതുകൊണ്ടാണ് വലഹും അദാബുൻ അലീം എന്ന് പറഞ്ഞിട്ട് യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വ ഐദീഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. പിന്നെ അറിവ് വേണം യഥാർത്ഥത്തിൽ നരകത്തു നിന്ന് രക്ഷപ്പെടാൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ജഹാലത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജഹാലത്ത് ഉണ്ടാകുമ്പോൾ ഇപ്പം നമുക്കൊക്കെ വിശ്വാസമുണ്ട്, നമുക്കൊക്കെ ഖുർആനും ഹദീസൊക്കെ അറിയാൻ നമ്മളിങ്ങനെ പറയും അല്ലേ. എന്നിട്ടെന്താ നമ്മളെ പിശാച് പിടികൂടണേ? എന്തുകൊണ്ടാണ്? ശരിയായ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാച് അങ്ങോട്ട് കടന്നു വരില്ല. എന്തുകൊണ്ടാണ് പിശാച് നമ്മളെ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്? ആ തെറ്റിലുള്ള എന്തോ ഒരു ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളെ വീട് എന്നും അടിച്ചേരി ക്ലീനാക്കുക അല്ലേ. അടിച്ചേരി ക്ലീനാക്കിയാലും കാണാം ഒരു ഈച്ച അവിടെ ഇങ്ങനെ പാറണേ. എന്തുകൊണ്ടാണ് ഈച്ച പാറണേ? എന്താ ശൗക്കത്തെ വേണ്ടിയില്ല? നിങ്ങൾ റൂമൊക്കെ അടിച്ചേരി നല്ലോണം വൃത്തിയാക്കിയിട്ടും പിന്നെയും കാണാം ഈച്ച അവിടേക്ക് വരുന്നു, അല്ലെങ്കിൽ ചില ഉറുമ്പുകൾ ഇങ്ങനെ കയറി വരുന്നു. എന്താ കാരണം? നമ്മൾ പറയും ക്ലീൻ ആക്കിയിട്ടുണ്ട് പറയും അല്ലേ. അപ്പോഴടിച്ചൊരു ക്ലീൻ ആക്കിയിട്ടുള്ളൂ, പിന്നെ ഇങ്ങനെ വരുന്നേ അയച്ച അതെങ്കിലും ഒന്ന് പറയും, ഉറക്കം വരാക്കാനാ. എവിടെങ്കിലൊക്കെ നമ്മുടെ നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സുക്കറിൻ്റെ തരി അവിടെ ഉണ്ടാവും, ഒരു മിഠായിൻ്റെ തരിയോ പൊരിയോ ഒക്കെ അവിടെ ഉണ്ടാവും അല്ലേ. ഒരു സാൻഡ്വിച്ചിൻ്റെ എന്തെങ്കിലുമൊക്കെ അവിടെ ചാടി ഉണ്ടാവും, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. ഈച്ചക്ക് മതിയാവും, ഈച്ച അവിടെ വരും അല്ലേ. അപ്പോൾ ഈച്ച വരാൻ കാരണം എന്താ? ഈ തരിയാണ്, നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കണ ഈ തരിയാണ്. ഇതേപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ എന്തുകൊണ്ട് പിശാച് പിടികൂടുന്നു എന്ന് ചോദിച്ചാൽ, ആ പിശാചിന് വരാൻ പറ്റുന്ന എന്തോ ഒരു തരി അവിടെ ഉണ്ട്.
ഓനെ പിടികൂടാൻ പറ്റണ എന്തോ ഒരു ഓൾസ് ഉണ്ട്. ആ ഓൾസ് അങ്ങോട്ട് ശരിക്കടക്കണം. അതടക്കണമെങ്കിൽ ശരിയായ ഇൽമിൽ നിന്നുള്ള ആ യക്കീനായ വിശ്വാസം ഉണ്ടാകുമ്പോഴേ ആ ഓൾസ് അടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊക്കെ എങ്ങനെ പിശാചുണ്ട്. എങ്ങനെ നമുക്ക് പിശാചുണ്ട്? അടുത്ത ക്ലാസ്സിന് ഞാൻ എന്തായാലും വരും കേട്ടോ എന്നൊക്കെ പറയും അല്ലേ? എന്തേ ക്ലാസ്സിന് വരാൻ ചെയ്യും? എന്തോ ഒരു തരി എവിടോ കൊഞ്ഞാടി കിടക്കുന്നുണ്ട്. അപ്പം പിശാച് വന്നാ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് വന്നില്ല അല്ലേ? എൻ്റെ ധാരാറില്ല, ഞാൻ ശുദ്ധം തന്നെ. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിന് എന്തുകൊണ്ട് വന്നില്ല? ഈ രൂപത്തിലുള്ള തരി ആ പിശാച് ഇങ്ങനെ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ പിശാച് നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ മോടിയാക്കി കാണിച്ചു കൊടുക്കും. ഈ മോടിയാക്കി കാണിച്ചു കൊടുക്കലാണ് റബ്ബിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ എൻ്റെ കയ്യും കാലും പിന്നെ അവയവങ്ങളുമൊക്കെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന അടിയുറച്ച വിശ്വാസത്തിൽ എന്തോ ഒരു ചെറിയൊരു തകരാറ് ഉണ്ടോ വെച്ചാൽ ഒക്കെ സാക്ഷിക്കുന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ എവിടെയോ ഒരു തകരാറ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇതൊക്കെ വായിച്ചാലും ഖുർആൻ വായിച്ചാലും വീണ്ടും നമ്മൾ തെറ്റിലേക്ക് പോകാനുള്ള കാരണം ഇത്തരത്തിലുള്ള എവിടെങ്കിലുമൊക്കെ തരികൾ ഉണ്ടാവും. അതുകൊണ്ട് പിശാച് ശരിയായ അസ്ലിയായ ഒരു മനുഷ്യനെ പിശാച് കുഴപ്പത്തിലാക്കൂല, കിട്ടൂല. ശരിയായ വിശ്വാസിയെ കിട്ടൂല. പിന്നെ അസ്ലിൽ നിന്ന് തെന്നി മാറിയ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുക? പിശാച് പിടികൂടുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത് ഗഫലത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ? എപ്പോഴും പിശാച് കടന്നുകൂടെ ഇതിലൂടെയാണ് ഗഫലത്ത് എന്ന് പറഞ്ഞ ഗേറ്റിലൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലും അശ്രദ്ധ ആയിട്ടുണ്ടാവും. ആ അശ്രദ്ധയായ ഗേറ്റിലൂടെ ആ ബാബിലൂടെ ആര് കടന്നു വരും? പിശാച് കടന്നു വരും എന്നുള്ള അല്ലേ? ഈച്ച കടന്നു വരുന്നത് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടാവും, പക്ഷെ ക്ലീൻ ആക്കിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മേശ തുടച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവിടെ എന്തെങ്കിലും തരിയുണ്ടാവും. അപ്പോൾ ആ ഗഫലത്ത് നമുക്കുണ്ടായപ്പം അവിടെ ആ ഈച്ച വരുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് എന്ത് വരും? പിശാച് കടന്നു വരും. അപ്പം ഇത് കടന്നു വന്നാൽ എന്ത് വരും? യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വ ഐദീഹിം വ അർജുലുഹും. എന്നിട്ട് അല്ലാഹ് പറയുന്നത് എന്താ? ബിമാ കാനു യഅമലൂന അല്ലേ? മനുഷ്യർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പം നമ്മളെ പ്രവർത്തനത്തിൽ എന്തോ ന്യൂനത വന്നിട്ടുണ്ട്, എന്തോ ഒരു തരി അവിടെ ചാടിയിട്ടുണ്ട്, വേണ്ടാത്തത് അവിടെ ഉണ്ട് ആ പ്രവർത്തനത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് എതിരെ നമ്മുടെ കൈകാലുകൾ, നമ്മുടെ അവയവങ്ങൾ നാളെ സാക്ഷി നിൽക്കുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ അതിൻ്റെ ഗൗരവം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രം, പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്ന് മാത്രം, ആ അസ്ലിൽ നിന്ന് വിശ്വാസം ശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? യഥാർത്ഥ വിശ്വാസം ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് അറിവുകൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടി അതും ഇതും ഒക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയാൽ എന്തുണ്ടാവും? തകരാറുണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഇനി നമുക്കൊക്കെ ചിലപ്പോൾ സംഭവിക്കണ മറ്റൊരു സംഗതിയാണ്, രണ്ടാളുകൾ ഇവിടെ ഇങ്ങനെ കച്ചറ കൂടാ, എന്തോ കശപിശ കൂടാണ്. അപ്പോൾ ഷൗക്കത്ത് ഇപ്പം എൻ്റെ സ്നേഹിതനല്ലേ, ഞാൻ ഓൻ്റെ കൂടെ അവിടെ കൂടി. എന്താ സംഗതി ഒന്നും എനിക്കറിയില്ല. ഷൗക്കത്തിൻ്റെ ആളാണ് വിചാരിച്ച് ഞാൻ അവൻ്റെ കൂടെ കൂടി. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആ സംഭവം കാണാം. ഞാൻ അവൻ്റെ അവിടെ കൂടിയാൽ എന്തുണ്ടാവും? ആ കൂടിയത് മുതൽ അതിൽ നിന്ന് ഒഴിവാകുന്നത് വരെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഞാൻ വിധേയമായി. എന്തേപ്പം ഞാൻ ഷൗക്കത്തിൻ്റെ കൂടെ കൂടാൻ കാരണം? എന്തിനാപ്പോൾ തർക്കിക്കണമെന്ന് എനിക്കറിയോ? ഇല്ല, അറിവില്ലാതെയാണ്. അപ്പം അറിവില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു കാര്യത്തെ പിൻപറ്റാൻ പാടില്ല. അതേപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി, ഒരാൾ വ്യഭിചാരം ചെയ്തു. അപ്പോൾ ഹദ് നടപ്പാക്കണം എന്ന് ഗവൺമെൻറ് പറഞ്ഞു, ഹദ് നിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിയമം നടപ്പാക്കുക, ആ നിയമമൊക്കെ അവിടെ കട്ടെ, ആ തൽക്കാലമായിട്ട് നീക്കിയേക്ക്, അത് എൻ്റെ കാക്കയാണ് എന്ന് പറഞ്ഞ് ഞാൻ കാക്കാൻ്റെ കൂടെ കൂടിയാലോ? അപ്പോഴും പ്രശ്നം ആർക്കാണ്? അന്ത്യനാൾ വരെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശാപം ആ മനുഷ്യനെ തുടരെ പിടികൂടുന്ന അള്ളാഹുവിൻ്റെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം നടപ്പാക്കുന്നിടത്താണ്. അവിടെ എൻ്റെ കാക്കയാണ്, എൻ്റെ ബന്ധുവാണ് എന്ന് നോക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്? ഇവിടെ വലഹും അദാബുൻ അലീം യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം. എന്നിട്ട് പറഞ്ഞത് ആയത്ത് അവസാനിക്കുന്നത് ബിമാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ
നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാവ്, എല്ലില്ലാത്തൊരു അവയവം അല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ നിരപരാധികളായ ആളുകളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിച്ച് ആക്ഷേപിക്കും. ഓനെ പരിഹസിക്കാനോ അപമാനിക്കാനോ ഒക്കെ ആയിരിക്കും പറയുന്നത്. യഥാർത്ഥത്തിൽ ആ പറയുന്ന കാര്യം സത്യത്തിന് നിരക്കാത്തതോ എതിരോ ആയിരിക്കും. അങ്ങനെ ആവുമ്പോഴും എന്തുണ്ടാവും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലേക്കിടും എന്നുള്ള, നരകം ആണ് അവൻ്റെ ശിക്ഷ എന്ന്. അപ്പോൾ അതും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഒരു കാര്യം അറിവില്ലാതെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാര്യത്തെയും പിന്തുടരാൻ പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിവില്ലാത്തൊരു കാര്യത്തെ നീ പിന്തുടരരുത്. കാരണം എന്താ പറഞ്ഞ അല്ലാഹു തആല? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലേ, നിങ്ങളുടെ കേൾവിയാവട്ടെ, കാഴ്ചയാവട്ടെ, ഹൃദയമാവട്ടെ, അതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത്. മഹാനായ ഇമാം ഹാക്കിമിൻ്റെ അൽ മുസ്തദറക്കിൽ ഇങ്ങനെ കാണാം, ഒരു മഹ്സനത്തായ സ്ത്രീയെ ഒരാൾ ആരോപണം ചെയ്താൽ 100 വർഷത്തെ അയാളുടെ അമലുകൾ പിന്നെ പൊളിഞ്ഞു വീഴുന്ന അത്ര വലിയ കാര്യമാണ് മഹ്സനത്തായ സ്ത്രീയെ ആരോപണം ചെയ്യുക എന്നുള്ളത്. അതേപോലെ ഏതൊരു കാര്യവും ആര് പറഞ്ഞു എന്നല്ല, ഒരു ഫാസിക്കായ ആളാണ് ഒരു വാർത്ത കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി നമ്മൾ അന്വേഷിച്ചിട്ടേ അതിനെ പിന്തുടരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഈ കൈ, എൻ്റെ കാല്, എൻ്റെ അവയവം അതൊന്നും എൻ്റേതല്ല, എൻ്റെ ശരീരവും എൻ്റേതല്ല. അള്ളാഹു തൽക്കാലം എന്നെ ഏൽപ്പിച്ചതാണ്, ഒരു അമാനത്താണ്, ഒരു സൂക്ഷിപ്പ് മുതലാണ്. ആ സൂക്ഷിപ്പ് മുതൽ എന്താവും? അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കും. ആ തിരിച്ചെടുക്കുമ്പോൾ അത് ഏതൊരു പ്രകൃതിയ ഫിത്രത്തിലാണോ അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് അതേ ഫിത്രത്തിൽ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഖു അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാക്കണം. പിന്നെയോ വ അഹ്ലീക്കും നാറ, അല്ലേ, സ്വന്തത്തെ മാത്രം മതിയോ? അഹ്ലീക്കും എന്ന് പറഞ്ഞിടത്ത് എന്ത് കാണാം? നമ്മുടെ ആശ്രിതർ എന്ന് പറഞ്ഞിടത്ത് ചില മുഫസ്സിറുകൾ കാണാം, നമ്മളെ മക്കളും ഭാര്യയും കുട്ടികളും മാതാപിതാക്കളും മാത്രമല്ല, മറിച്ച് എൻ്റെ ആശ്രിതൻ എന്ന് പറയുന്നത് എൻ്റെ കയ്യും എൻ്റെ കാലും ഒക്കെ തന്നെയാണെന്നാ. അങ്ങനെ തഫ്സീർ അതിന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൊക്കെ അതിൻ്റെ കൈ, കാല്, അവയവങ്ങൾ, കാരണം അതൊക്കെ നാളെ നമുക്കെതിരെ സാക്ഷി നിൽക്കും. അപ്പോൾ അതും സൂക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, പിന്നെന്താണ്? അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും എന്നവിടെ പറയുന്നത് കാണാം. അപ്പോൾ ആ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം, കയ്യും കാലിനെയൊക്കെ സൂക്ഷിക്കണം എന്നവിടെയും പറയാം. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പ്രയോഗം, വിശ്വാസികളെ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം. പിന്നെ പറയാം ലാ യളുറുക്കും മൻ ളല്ല ഇദഹ്തദൈതും, നിങ്ങൾ ശരിയായ രൂപത്തിൽ ഹിദായത്തിലായിട്ടുണ്ടെങ്കിൽ വഴിപിഴച്ച ഒരാൾക്ക് നിങ്ങളെ വഴികേടിലാക്കാൻ, ബുദ്ധിമുട്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഇലല്ലാഹി മർജിഉക്കും, അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ മടക്കം. ജമീഅൻ ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അത് വളരെ വൃത്തിയായിട്ട് ഓരോന്നോരോന്നായി മണിമണിയായിട്ട് അള്ളാഹു തആല അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം നൽകും. പിന്നെ പറയുന്നത് കാണാം, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും, നിങ്ങളുടെ അതിക്രമം നിങ്ങൾക്കെതിരെ തന്നെയാണ്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് വാദിക്കുക എനിക്ക് തന്നെയാണ്. പിന്നെ മത അൽ ഹയാത്തി ദുന്യ, എന്തിനാങ്ങൾ മറ്റോരൊക്കെ അങ്ങനെ അതിക്രമിച്ച് ഒരുപാട് സമ്പാദിച്ച് അല്ലെങ്കിൽ ഓനൊക്കെ ആക്രമിച്ചൊക്കെ അങ്ങനെ വാരിക്കൂട്ടുന്നത്? ഈ ഐഹിക ജീവിതം താൽക്കാലികം മാത്രമാണ്. സുമ്മ ഇലൈനാ മർജൂക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മളെ അടുത്തേക്ക് വരും കേട്ടോ. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, അവിടെയും പറയുന്നത് കാണാം, നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി മണിമണിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിവരം തരും, പ്രതിഫലം നൽകും എന്ന് പറയുന്നത് കാണാം. അപ്പം ഒരു വിശ്വാസം ഇതിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കണം. ഏത്? അന്ത്യനാളിൽ, പുനരുത്ഥാന നാളിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഈ കയ്യും കാലും കണ്ണും മൂക്കും എല്ലാ അവയവങ്ങളും അതൊക്കെ നമുക്കെതിരെ സാക്ഷി നിൽക്കും, നമുക്ക് അനുകൂലമായും സാക്ഷി പറയും. ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന ആ വിശ്വാസം പരിപൂർണമാകുമ്പോഴേ
ദുനിയാവിലെ ജീവിതം ക്ലിയർ ആവുള്ളൂ. ആ വിശ്വാസത്തിന് ആ ജഹാലത്ത് സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ പിന്നെ തക്സീർ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം വഴിപിഴച്ചു പോകും. അതുകൊണ്ട് ഈ ഖുർആനിൻ്റെ ആയത്തിലുള്ള ദൃഢമായ വിശ്വാസമാണ് നമ്മുടെ ജീവിതം ഇഹത്തിലും പരത്തിലും അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകുക എന്നതാണ് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത